ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഇന്ന് നമ്മൾ ഇവിടെ പുതിയ ഒരു സീരീസ് തുടങ്ങുന്നു. കേരള ക്യൂരിയോസ്. കേരള ക്യൂരിയോസ് എന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തെയും ജീവിത രീതിയെയും ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ബോധപൂർവമായി തിരഞ്ഞെടുത്ത കഥകളും നിരീക്ഷണങ്ങളുടെയും ഒരു കളക്ഷനാണ്. വിഷു ഇങ്ങ് അടുത്തല്ലോ, അതുകൊണ്ട് വിഷുവിൽ തന്നെ തുടങ്ങാമെന്ന് കരുതി. വിഷു ഇന്ന് നമ്മൾ ഒരു ഉത്സവമായി കാണുമ്പോഴും അതിൻ്റെ തുടക്കം അത്ര അലങ്കാരപൂർണമായിരുന്നില്ല. ആദ്യകാലത്ത് വിഷു ഒരു ആഘോഷമേ അല്ലായിരുന്നു, മറിച്ച് മനുഷ്യൻ പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാലബോധമായിരുന്നു. കൃഷിയെ ആശ്രയിച്ച സമൂഹങ്ങൾക്ക് കലണ്ടറുകളില്ലായിരുന്നു. സൂര്യന്റെ നീക്കം, മഴയുടെ വരവ്, മണ്ണിന്റെ അവസ്ഥ ഇവയെ നിരീക്ഷിച്ചാണ് അവർ സമയം തിരിച്ചറിഞ്ഞിരുന്നത്. സൂര്യൻ മേടരാശിയിലേക്ക് കടക്കുന്ന കാലഘട്ടം ഒരു പുതിയ കൃഷിവർഷത്തിന് തുടക്കമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇതാണ് വിഷുവിന്റെ ആദ്യ രൂപം. ഇന്ത്യൻ ജ്യോതിശാസ്ത്രവും പഞ്ചാംഗ സംവിധാനങ്ങളും വികസിച്ചതോടെ ഈ നിരീക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു ചട്ടക്കൂട് ലഭിച്ചു. സൂര്യൻ ഓരോ രാശികളിലൂടെയും സഞ്ചരിക്കുന്നതിനെ സംക്രാന്തി എന്ന് വിളിച്ചു. രാശി എന്ന് പറഞ്ഞാൽ സോഡിയാക് സൈൻ. ഈ സംക്രാന്തികളിൽ പ്രധാനപ്പെട്ട ഒന്നായി മേടസംക്രാന്തി. വസന്ത സമയാവത്തിന് അടുത്തുള്ള ഈ കാലഘട്ടം കാർഷിക സമൂഹങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതായി മാറി. ഇതോടെയാണ് വിഷു ഒരു വ്യക്തമായ സമയചിഹ്നമായി സമൂഹത്തിൽ ഉറച്ചത്. ഏകദേശം 9-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിൽ വിഷു ഒരു സാമൂഹിക ആചാരമായി രൂപം കൊണ്ടതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ഓർക്കണം, 9-ാം നൂറ്റാണ്ട്, അതായത് 9th സെഞ്ചുറിയിലാണ് വിഷു അതിൻ്റെ ആദ്യ രൂപത്തിൽ വരുന്നത്. ഈ ഘട്ടത്തിൽ വിഷുവിനോട് ബന്ധപ്പെട്ട ആചാരങ്ങൾ രൂപപ്പെട്ടു. വിഷുക്കണി എന്ന ക്രമീകരണം പുതുവത്സരത്തിലെ ആദ്യ കാഴ്ചയെ ശുഭമായി ഒരുക്കുന്ന ഒരു രീതിയായി മാറി. കൈനീട്ടം പോലുള്ള ആചാരങ്ങൾ സമൃദ്ധി പങ്കിടുക എന്ന സാമൂഹിക മൂല്യത്തെ ശക്തിപ്പെടുത്തി. ഇതോടെ വിഷു ഒരു കാർഷിക സൂചനയിൽ നിന്ന് കുടുംബ കേന്ദ്രിത ആചാരമായി മാറി. അതായത് അത് ഫാമിലി സെൻട്രിക്കായി മാറി. പിന്നീട് ക്ഷേത്ര സംസ്കാരവും ഭക്തിപാഠവും ശക്തമായപ്പോഴാണ് വിഷുവിന് ആത്മീയ അർത്ഥങ്ങളും ചേർന്നത്. ശ്രീകൃഷ്ണൻ വിഷുക്കണിയിലെ മുഖ്യ ദൈവരൂപമായി. ചില ക്ഷേത്രങ്ങളിൽ വിഷു ചില പ്രത്യേക ആചാരങ്ങളോടെ ആചരിക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ സമൃദ്ധി എന്നത് ദൈവാനുഗ്രഹത്തോടും ധാർമ്മിക ജീവിതത്തോടും ബന്ധിപ്പിച്ച വ്യാഖ്യാനം നേടി. കാലക്രമത്തിൽ കൊല്ലവർഷം നിലവിൽ വന്നതോടെ കലണ്ടർ സംവിധാനങ്ങൾ മാറിയെങ്കിലും വിഷുവിന്റെ ആഘോഷദിനം മേടം 1 തന്നെ തുടർന്നു. ജ്യോതിശാസ്ത്രപരമായ ചെറിയ വ്യതിയാനങ്ങളുണ്ടായിട്ടും പാരമ്പര്യം നിലനിർത്താനാണ് സമൂഹം മുൻഗണന നൽകിയത്. ഇത് വിഷുവിന്റെ സാംസ്കാരിക ശക്തിയെ തന്നെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും കൃഷിയെ നേരിട്ട് ആശ്രയിക്കുന്നവരല്ലെങ്കിലും വിഷു ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നു. അത് ഒരു കാർഷിക ഉത്സവം എന്നതിലുപരി പുതിയതായി തുടങ്ങുക, ബോധപൂർവമായി മുന്നോട്ടു പോവുക, സമൃദ്ധി പങ്കിടുക എന്നീ ആശയങ്ങളുടെ പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ വിഷു മാറിയെങ്കിലും ഒരു പുതിയ തുടക്കത്തെ സ്വീകരിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം അതിന്റെ കേന്ദ്രത്തിൽ ഇന്നും തുടരുന്നു. വിഷു ഇത് ഒരു ഉത്സവം എന്ന വാക്കിനകത്ത് ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു ദിവസം ആഘോഷിച്ച് അവസാനിപ്പിക്കുന്ന ഒരു തീയതിയുമല്ല. വിഷു എന്നത് മനുഷ്യൻ പ്രകൃതിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എപ്പോഴാണോ അപ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു തുടക്കബോധമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, മനുഷ്യന് പണ്ട് കലണ്ടറുകളില്ലായിരുന്നുവെന്ന്. സമയം നോക്കാൻ വാച്ചും ഇല്ലായിരുന്നു. അവനുണ്ടായിരുന്നത് മണ്ണ്, മഴ, സൂര്യൻ. അതായിരുന്നു അവന്റെ സമയം. കൃഷി ചെയ്യണമെങ്കിൽ കാലം അറിയണം, കാലാവസ്ഥ അറിയണം. ഇത് വിതയ്ക്കാൻ പറ്റിയ ദിവസമാണോ, സമയമാണോ, മണ്ണ് തയ്യാറാണോ, ഇനി വേനലാകുമോ, മഴയാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം അവൻ ഉത്തരം തേടിയത് ആകാശത്താണ്. നിങ്ങൾക്കറിയാമോ ഇക്വിനോക്സ് എന്താണെന്ന്? ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഏകദേശം
23.5, അതായത് 23.5 ഡിഗ്രി ടിൽറ്റുണ്ട്, ഒരു ചെറിയ ചെരിവുണ്ട്. ഈ ചെറിയ ചെരിവാണ് ഭൂമിയിലെ സീസൺസ് അഥവാ കാലാവസ്ഥയ്ക്ക് കാരണം. വർഷത്തിൽ 2 തവണ സൂര്യൻ ഡയറക്ട്ലി എബവ് എർത്ത്സ് ഇക്വേറ്ററിൽ വരും. ഈ നിമിഷം 2 ഹെമിസ്ഫിയറിലും ഓൾമോസ്റ്റ് ഈക്വൽ സൺലൈറ്റ് കിട്ടും. അതായത് രാവും പകലും ഏകദേശം തുല്യമായി തോന്നും. ഇത് വിശ്വാസമല്ല, കഥയുമല്ല, ഐതിഹ്യവുമല്ല. ഇത് അസ്ട്രോണമിയാണ്, ജോമെട്രി ഇൻ മോഷനാണ്. ഇതാണ് ഇക്വിനോക്സ്. നമ്മുടെ വിഷു ഈ ഇക്വിനോക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പുരാതന ഇന്ത്യയിൽ കാലം അളന്നിരുന്നത് ചന്ദ്രനെ നോക്കിയല്ല, സൂര്യനെ നോക്കിയായിരുന്നു. സൂര്യൻ ഒരു രാശി, അതായത് ഒരു സോഡിയാക് സൈനിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംക്രാന്തി എന്ന് വിളിക്കുന്നുവെന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യൻ മേടരാശിയിലേക്ക്, അതായത് ഏരീസിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷമാണ്. ഇതിനെ മേടസംക്രാന്തി എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇക്വിനോക്സിനോട് വളരെ അടുത്താണ് സംഭവിക്കുന്നത്. കൃഷിക്കാർക്ക് അത് ഒരു സൂചനയായിരുന്നു. അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ഇത് ന്യൂ ഇയറായി ആഘോഷിക്കാൻ തുടങ്ങി. കേരളത്തിന് ഇതിനൊരു സാംസ്കാരിക പരിവേഷവും ലഭിച്ചു. അതാണ് വിഷു. പുരാതന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന കാർഷിക പഞ്ചാംഗത്തിലെ വർഷാരംഭമാണ് ഈ വിഷു. കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയായ വിഷു മലയാള മാസമായ മേടം 1-നാണ് ആഘോഷിക്കപ്പെടുന്നത്. ഏറ്റവും മഹത്തായ സംക്രാന്തിയാണ് വിഷുവിന്റെ തലേരാത്രി. തുല്യമായത് എന്നർത്ഥം വരുന്നതാണ് വിഷു എന്ന വാക്ക്. രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് മേടം 1. രാശിചക്രത്തിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരപഥത്തിൽ കഴിഞ്ഞ 1000 കൊല്ലത്തിനിടയിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ മൂലം ഈ തുല്യമായ ദിനം ഇപ്പോൾ മീനമാസത്തിലാണ്. ഈ വർഷം അത് മാർച്ച് 20-നായിരുന്നു. എന്നാൽ ആഘോഷത്തിന്റെ പാരമ്പര്യം തുടർന്നുകൊണ്ട് നമ്മൾ ഇപ്പോഴും മേടം 1-ന് തന്നെ വിഷു ആഘോഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ആദ്യകാലത്ത് വിഷു ഒരു ഉത്സവമല്ലായിരുന്നുവെന്ന്. അതൊരു സന്ദേശമായിരുന്നു. കാലം മാറി, ഇനി തുടങ്ങാം എന്ന ഒരു നിശബ്ദ പ്രഖ്യാപനം. വിഷു ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും പറഞ്ഞല്ലോ. അതിന് കാരണം വിഷുവിന് 10 ദിവസം കഴിഞ്ഞു വരുന്ന 10-ാം ഉദയമാണ്, അതായത് മേടം 10. അന്നാണ് സൂര്യൻ മാക്സിമം ഇൻറ്റൻസിറ്റിയിലെത്തുന്നത്. അന്നാണ് കൃഷി ഇറക്കുന്നത്, വിത്ത് നടുന്നത്. വിഷു കേരളത്തിൽ മാത്രമല്ല കേട്ടോ. കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന ജനതയ്ക്ക് ഇതേ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൂര്യനെ അടിസ്ഥാനമാക്കിയ പുതുവർഷങ്ങൾ വരുന്നു. തമിഴ്നാട്ടിൽ, ബംഗാളിൽ, പഞ്ചാബിൽ. ഇന്ത്യക്ക് പുറത്താണെങ്കിലോ തായ്ലൻഡ്, കംബോഡിയ, ലാവോസ്, ഇവിടെയെല്ലാം പല പേരുകൾ മാറുന്നു, ഭാഷകൾ മാറുന്നു. പക്ഷെ അടിസ്ഥാനം ഒന്നാണ്: സൂര്യൻ, മണ്ണ്, വിളം. നേരത്തെ പറഞ്ഞുവല്ലോ, ചരിത്രരേഖകൾ പറയുന്നു 9-ാം നൂറ്റാണ്ട്, അതായത് 9th സെഞ്ചുറി മുതലെങ്കിലും കേരളത്തിൽ വിഷു ആഘോഷിച്ചു വരുന്നു എന്ന്. പണ്ട് അതൊരു സാമൂഹിക ആഘോഷവുമായിരുന്നു. നിങ്ങൾക്കറിയാമായിരുന്നോ നൂറ്റാണ്ടുകളായി നമ്മൾ വിഷു ആഘോഷിച്ചിരുന്നു എന്ന്? ഇനി നമുക്ക് വിഷുക്കണിയെക്കുറിച്ച് മനസ്സിലാക്കാം. വിഷുവിൻ്റെ നമ്മൾ കാണുന്ന രൂപമാണ് വിഷുക്കണി. കണി ഒരു അലങ്കാരമല്ല. കണിയിൽ വയ്ക്കുന്ന ഓരോ വസ്തുവും ഈ വർഷം ഇതുപോലെ ആയിരിക്കണം എന്നൊരു പ്രാർത്ഥനയാണ്. വിഷുക്കണി സമൃദ്ധിയും പ്രകാശവും കൊണ്ട് പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ ബോധപൂർവം തിരഞ്ഞെടുത്ത ഒരു കസ്റ്റമാണ്. കണിയിലെ ഓരോ ഐറ്റവും ഓരോന്ന് സിഗ്നിഫൈ ചെയ്യുന്നു. അരിയും നെല്ലും ഭക്ഷണത്തിന്റെ ഉറപ്പ്. കണിക്കൊന്ന റെപ്രസെന്റ് ചെയ്യുന്നത് സമൃദ്ധിയും പ്രത്യാശയും. കഠിന വേനൽക്കാലത്തും പൂക്കുന്ന അതിമനോഹരമായൊരു പൂവാണ് കണിക്കൊന്ന. കണിവെള്ളരി ആരോഗ്യം, ശാന്തത, ബാലൻസ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പഴങ്ങൾ പരിശ്രമത്തിന് ഫലം കിട്ടണം എന്നത് സൂചിപ്പിക്കുന്നു. നാളികേരം സമ്പൂർണത, പുറത്ത് ശക്തി, അകത്ത് പോഷണം. സ്വർണവും നാണയവും സാമ്പത്തിക സുരക്ഷ. വിഷുക്കണിയിലെ സ്വർണം ദീർഘകാല സമൃദ്ധിയും ശുഭത്വവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഭൗതികവും ആത്മീയവുമായ സൗഖ്യത്തിൽ അധിഷ്ഠിതമായ പുതുവത്സരം എന്ന ആശയം പ്രതിനിധീകരിക്കുന്നു. വാൽക്കണ്ണാടി വർഷത്തിലെ ആദ്യ കാഴ്ചയിൽ നിന്നെ തന്നെ കാണുക. ഈ വർഷം നീ നിന്നെ മറക്കരുത്. സമൃദ്ധിയും അർത്ഥവത്തുമായ പുതുവത്സരത്തിനായി വ്യക്തിപരമായ പരിശ്രമങ്ങളും മൂല്യങ്ങളും നിർണായകം ആണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്. നിലവിളക്ക് വിഷുക്കണിയിലെ തെളിയുന്ന ദീപം. ഇരുട്ടിനുമേൽ പ്രകാശവും അജ്ഞാനത്തിനുമേൽ ജ്ഞാനവും സൂചിപ്പിച്ച് ദൈവാനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുന്ന ശുഭമായ പുതുവത്സരത്തെ ഇവയെല്ലാം ചേർന്ന് പ്രതിനിധീകരിക്കുന്നു. വിഷുക്കണിയിലെ കോടി സമൃദ്ധിയോടുകൂടിയ ഒരു പുതുവത്സരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയെയും പ്രതിനിധീകരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും അറിവിന്റെ വർഷമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ചിലപ്പോൾ വിഷുക്കണിയിൽ ഇടം പിടിക്കാറുണ്ട്. വിഷുക്കണി ഓരോ നാടിന്റെയും ജീവിത രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിഷുക്കണിക്ക് ഒരു പ്രാദേശിക
അതായത് ഒരു റീജിയണൽ ടച്ച് ഉണ്ടാവുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിഷുക്കണി കുറച്ച് വ്യത്യാസമാണ്. മധ്യ കേരളം, അതായത് തൃശൂർ, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിൽ ഏറ്റവും പരമ്പരാഗതവും സമഗ്രവുമായ വിഷുക്കണി ക്രമീകരണങ്ങൾ കാണാം. ഇവിടെ പ്രധാന ഘടകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, കണിക്കൊന്ന, നിലവിളക്ക്, കണ്ണാടി, പൊതുവെ ആറന്മുള കണ്ണാടി, പൊന്ന്, അരി, പഴങ്ങൾ, പച്ചക്കറികൾ, ചിലപ്പോൾ രാമായണം, മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളും ഉണ്ടാവും. മധ്യ കേരളത്തിലെ വിഷുക്കണിയിൽ ഭൗതികവും ആത്മീയവുമായ ഒരു ബാലൻസിനും പ്രോസ്പെരിറ്റിക്കും വലിയ പ്രാധാന്യം നൽകുന്നു. തെക്കൻ കേരളം, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ വിഷുക്കണിയിൽ കൂടുതൽ കൃഷിഫലങ്ങൾ ഉൾപ്പെടുന്നു. തേങ്ങ, ചക്ക, മാങ്ങ, വാഴക്കുല എന്നിങ്ങനെ. ചില ഗ്രാമീണ വീടുകളിൽ സ്വർണത്തിന് കുറച്ച് പ്രാധാന്യമേ ഉണ്ടാവും. ഇവിടെ പ്രധാനം കൃഷിവിദ്യയും സ്വയം പര്യാപ്തതയുമാണ്. ഇവിടെ ചിലയിടങ്ങളിൽ പത്താമുദയമാണ് കണിയേക്കാൾ പ്രധാനമായിട്ടുള്ളത്. ഇനിയും വടക്കൻ കേരളം, അതായത് മലബാർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, ഇവിടെ വിഷുക്കണി സാധാരണമായി ലളിതമാണ്. ഇവിടുത്തെ ഘടകങ്ങൾ നിലവിളക്ക്, ധാന്യങ്ങൾ, പഴങ്ങൾ, കണ്ണാടി. നേരത്തെ സൂചിപ്പിച്ച മധ്യ കേരളത്തിനേക്കാളും അലങ്കാരങ്ങൾ കുറവാണിവിടെ. വിഷു സദ്യയ്ക്കും സാമൂഹിക കൂടിച്ചേരലുകൾക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വിഷു ആചാരമായി കുറവാണെങ്കിലും സാംസ്കാരികമായ ഒരു പാരമ്പര്യമായി തുടരുന്നു. ക്ഷേത്ര കേന്ദ്രീതവും കൊങ്കൺ മേഖലയുമായ പ്രദേശങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി കർശനമായ ക്ഷേത്രവിധികൾ പ്രകാരം നടക്കുന്നു. പുലർച്ചെ വിഷുവലങ്കാരം ദർശിക്കാൻ ഭക്തർ നിരനിരയായി എത്താറുണ്ട്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും ഈ ക്ഷേത്ര ആചാരങ്ങൾ സ്വാധീനിക്കുന്നു. പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടായാലും കേരളമാകെ ഒരുപോലെ നിലനിൽക്കുന്നത് ആദ്യ കാഴ്ചയുടെ പ്രാധാന്യം ഏറ്റവും പ്രധാനമാണ്. എല്ലായിടത്തും വിഷുക്കണിയിൽ പ്രകാശം പരത്തുന്ന നിലവിളക്കുണ്ട്, സമൃദ്ധിയുടെ ചിഹ്നമായ ഭക്ഷ്യവിളകളും സ്വർണവുമുണ്ട്, സ്വയം കാണാൻ കണ്ണാടിയുണ്ട്. ഇതൊക്കെ എല്ലായിടത്തുമുണ്ട്. ഇനി വിഷുവിലെ ഏറ്റവും നിശബ്ദവും അതേസമയം ഏറ്റവും ശക്തമായ ആചാരം അതേതാണെന്നല്ലേ? കൈനീട്ടം തന്നെ. കൈനീട്ടം എപ്പോഴും കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാളാണ് നൽകുന്നത്. അതിന് വലിയ അർത്ഥമുണ്ട്. ആദ്യകാലത്ത് കൈനീട്ടം പണമല്ലായിരുന്നു, ധാന്യമായിരുന്നു, ഭക്ഷണമായിരുന്നു. എപ്പോഴും മുതിർന്നവരിൽ നിന്ന് ഇളയവർക്കായി. പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ അനുഗ്രഹം, സമൃദ്ധി, ഐശ്വര്യത്തിന്റെ പങ്കുവയ്പ് എന്നിവയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഇത് വരാനിരിക്കുന്ന വർഷത്തിന് സൗഭാഗ്യവും ഐശ്വര്യവും നല്ല ഊർജവും കൈമാറുന്ന ഒരു ചിഹ്നമാണ്. സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നതെന്ന സന്ദേശമാണ് കൈനീട്ടം ഓർമ്മിപ്പിക്കുന്നത്. കൈനീട്ടം നൽകുന്നതും സ്വീകരിക്കുന്നതും തലമുറകൾക്കിടയിലെ സ്നേഹബന്ധം കൂടുതൽ ശക്തമാക്കുകയും മാർഗനിർദ്ദേശവും ആശംസകളും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ലഭിക്കുന്ന കൈനീട്ടം പുതുവത്സരത്തിലെ ആദ്യ വരുമാനമായി കണക്കാക്കപ്പെടുന്നു. വർഷം മുഴുവനും സാമ്പത്തിക സ്ഥിരതയും വിജയവും ഉണ്ടാകുമെന്ന വിശ്വാസവുമുണ്ട്. കുട്ടികൾക്ക് കൈനീട്ടം ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന പ്രതീക്ഷയോടുകൂടിയുള്ള പുതുവത്സരത്തിന്റെ പ്രതീകമാണ്. കൈനീട്ടം മുതിർന്നവരിൽ നിന്ന് ചെറുപ്പക്കാർക്ക് അനുഗ്രഹവും സൗഭാഗ്യവും കൈമാറുന്ന സ്നേഹവും ഉദാരതയും ഫാമിലി യൂണിറ്റി നിറഞ്ഞ ഒരു പുതുവത്സര ആചാരമായി തുടരുന്നു. വിഷു ഒരു ശബ്ദമോ ആഘോഷങ്ങളോ ഒന്നുമില്ല. അതൊരു നിശബ്ദ നിമിഷമാണ്. നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു നിശബ്ദ നിമിഷം. ഒന്നും പറയാതെ, എന്നാൽ എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു തുടക്കം. ഇതാണ് വിഷു. ഇതാണ് ബിഗിനിങ്, ദ കേരള വേ. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു.